പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെ ഗർവിഷ്ഠനെ ഞാൻ പൊറുപ്പിക്കുകയില്ല. കുമ്പസാരത്തിന് ഒരുക്കമായിട്ടുള്ള സങ്കീർത്തനമായിരുന്നു ഇതില്ലേ. ഞാൻ കരുണയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമെല്ലാം പാടും. ഇനിയാണ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ നീതി ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കരുണയും നീതി. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും സമയം നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി എല്ലാം ഒരുങ്ങുന്നത്. ഇനി അതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന കരുണാനിധിയായ ദൈവമേ, എൻ്റെ ആത്മാവിൽ അങ്ങയുടെ നീതി പ്രവഹിപ്പിക്കണമേ. ഓ ദൈവമേ, അങ്ങയുടെ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ വിശുദ്ധ കുമ്പസാരത്തിലൂടെ അങ്ങയുടെ കരുണയും നീതിയും പൂർണ്ണ അനുഭവമാക്കണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, വിശുദ്ധി നൽകണമേ, വിശുദ്ധീകരിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ആമേൻ. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ സാധാരണ കുമ്പസാരിക്കുന്ന വിധത്തിലൊക്കെ തന്നെ കുമ്പസാരിക്കണം ഇല്ലേ? എന്നാൽ അതിൻ്റെ കൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുള്ളത് പറയാം. എന്നാൽ ഈ ഒരു കുമ്പസാരം കൊണ്ട് ഒരു പക്ഷേ ധ്യാന കുമ്പസാരം മുഴുവനും ആകുമെന്ന് തോന്നുന്നില്ല. ധ്യാന കുമ്പസാരം ധ്യാനം കഴിഞ്ഞിട്ടാണ് കുമ്പസാരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു കുമ്പസാരം ആവശ്യമാണ്. ആ യോഹന്നാൻ മോഹൻദാന പറഞ്ഞ മാതിരി മല നിരപ്പാക്കാനാണിത്. മല വലിയ വലിയ ഇതൊക്കെ നിരപ്പാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ധ്യാനത്തിൻ്റെ ആഴമായ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ധ്യാനം കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ ഈ കുമ്പസാരത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ തന്നെ നിങ്ങൾ കുമ്പസാരിച്ചാൽ മതിയാവും. ധ്യാനം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി കുമ്പസാരിക്കാൻ നിങ്ങൾക്ക് തോന്നും. കാരണം പല കാര്യങ്ങളും ഈ ദൈവനീതിയുടെ വെളിച്ചത്തിൽ, ദൈവത്തിൻ്റെ കരുണയുടെയും നീതിയുടെയും വെളിച്ചത്തിൽ നമ്മൾ കാണുമ്പോഴാണ് യഥാർത്ഥമായ ഒരു പാപബോധം ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ കാണുന്നതെല്ലാം കൽപ്പനകളുടെ വെളിച്ചത്തിലാണ്. കൽപ്പനകളുടെ വെളിച്ചത്തിൽ നമ്മൾ സാധാരണ 10 കൽപ്പനകളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നു. 10 കൽപ്പനകൾ നിങ്ങൾക്കറിയാലോ ഇല്ലേ? അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ആ 10 കൽപ്പനകളിലെ അനുസരിച്ച് നമ്മൾ വിചിന്തനം ചെയ്ത് നമ്മൾ അതനുസരിച്ച് കുമ്പസാരിക്കാം. ഇനി അതിൽ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. അതായത് ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല. ആരെ തേടിയാണ്? പാപികളെ തേടിയാണ്. ഞാൻ വന്നിരിക്കുന്നത് ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്.
ഇവിടെ ഈ രക്ഷയുടെ അനുഭവം നമുക്ക് കിട്ടുന്നതിന് ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവാണ്. അതാണ് നമ്മൾക്ക് ഇനി തുടർന്ന് പഠിക്കാൻ പോകുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ അവസ്ഥ, ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ യേശുക്രിസ്തു നമ്മളിൽ, കരുണാസമ്പന്നനായ ദൈവം നമ്മളിൽ വാഴുന്നു. നമ്മളിൽ വാഴുന്നുണ്ടോ? വാഴുന്നുണ്ടോ? വാഴുന്നു. എങ്കിലും ആ കരുണാസമ്പന്നനായ ദൈവം നമ്മളിൽ വാഴുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര വലിയ കരുണയൊന്നും കാണിക്കാൻ തോന്നുന്നില്ല, ഇല്ലേ? നമ്മൾ ചിലപ്പോൾ ധർമ്മക്കാർക്ക് ഇച്ചിരി കാശ് കൊടുക്കും, വഴിയിൽ ഇരിക്കുന്ന പാവപ്പെട്ടവർക്ക് വല്ല കുപ്പായം കൊടുക്കും. ഇതൊക്കെയാണ് കരുണ പ്രവൃത്തി. പക്ഷെ അതൊന്നുമല്ല പ്രധാനപ്പെട്ട കരുണ. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയോട്, അല്ലെങ്കിൽ നമുക്കെതിരെ ആക്രോശിച്ചു വരുന്ന നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മളെ അവഹേളിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയോട് കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ ശരിക്കും കരുണ അനുഭവമാകേണ്ടത്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രയാസം, ഇവിടെ ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് സമയമില്ലാത്തതിൻ്റെ പേരിൽ. ഇവിടെയുള്ള ഒരു വലിയ രഹസ്യം പറയാൻ പോവുകയാണ്. സുവിശേഷത്തിൽ 4 സുവിശേഷങ്ങളിലും അധികം പരസ്യപ്പെടാതെ ഇരിക്കുന്ന ഒരു രഹസ്യം ഇതാണ്. ഒരു ത്രികോണ അവസ്ഥ, ഒരു ട്രയാങ്കുലർ സിറ്റുവേഷൻ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം എടുക്കാം. ലൂക്ക 15-ൽ പറയുന്നത് 1-2 വചനം വായിക്കാം. ലൂക്ക 15 1-2 വചനം വായിക്കാം. അവൻ ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ്... മതി 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 ഇത്ര ആവശ്യമുള്ളൂ നമുക്ക്. എന്താണ് അതിൻ്റെ ആമുഖം? ആമുഖം എന്താണ്? കാണാതായ ആടിന്റെ ഉടമ. ഇല്ല, വായിച്ചോ 1-ാമത്തെ വചനം. ചുങ്കക്കാരും പാപികളും അവന്റെ വാക്ക് കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും അവരെ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഇതാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ബേസ് യേശു ക്രിസ്തുവാണ്, ഇല്ലേ? ഈശോ അവിടെയുണ്ട്. ഈശോയുടെ അടുത്ത സൈഡ് ആരാ വരുന്നത്? ചുങ്കക്കാരും പാവികളുമെല്ലാം ഈശോയുടെ അടുത്ത് വരുന്നു. ഈശോയെ ചുംബിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഈശോയുടെ തൈലാഭിഷേകം നടത്തുന്നു. എന്നാൽ മറുവശത്ത് ഫരിസേയരും നിയമജ്ഞരും, യഹൂദരായിട്ടുള്ളവർ, ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാർ, അവരിലൂടെയാണ് രക്ഷ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നവർ, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവർ പിറുപിറുത്തുകൊണ്ട് യേശുവിനെയും കുറ്റം പറയുന്നു, പാപികളെയും കുറ്റം പറയുന്നു. എന്താ അവർ പറയുന്നത് നോക്കിയേ. ഇവൻ എന്താണ് അവൻ പറയുന്നത്? ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. കണ്ടോ? ഇപ്പൊ ആരെയാണ് അവർ കുറ്റം പറയുന്നത്? യേശുവിനെ. വാസ്തവത്തിൽ യേശു ആരാണെന്ന് അവർക്ക് മുഴുവനും പറഞ്ഞുകൂടാ. ഈ യേശുവിനെ അവർ കാണുന്നത് നസ്രായനായ ഔസേപ്പിൻ്റെ മകനാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു ട്രയാങ്കിൾ സിറ്റുവേഷൻ. മനസ്സിലായോ? ഇപ്പം ഇവിടെ ഈ ട്രയാങ്കിൾ സിറ്റുവേഷനിൽ യേശുവിന് പാപികളോട് ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതിനു മുമ്പൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ് ഈ കരുണ എന്ന് പറഞ്ഞാൽ? കരുണ എന്ന വാക്കിന് അർത്ഥം എന്താ? എന്താണ് കരുണ? നമ്മൾ കരുണക്കൊന്ത ചെല്ലാറുണ്ട്.
കരുണയുടെ നൊവേന ചെല്ലാറുണ്ട്. കരുണയുടെ വർഷം കഴിഞ്ഞു. എന്താണ് ഈ കരുണ? അവകാശപ്പെടാനില്ലാത്തത് കിട്ടുന്നതാണ് കരുണ. യോഗ്യതയില്ലെങ്കിലും ഔദാര്യപൂർവ്വം. ഇനി ആരെങ്കിലും പറയും എന്താണ് കരുണ? അലിവ്. അലിവ്. പിന്നെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു വർഷം കരുണയെക്കുറിച്ച് മുഴുവനും കേട്ടിട്ട് ഇപ്പോൾ ആർക്കും കരുണയെക്കുറിച്ച് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? കരുണക്കൊന്ത ചെറുപ്പം മുതലേ നമ്മൾ ചെല്ലണമല്ലേ? എന്തിനാ കരുണക്കൊന്ത ചെല്ലണേ? അപ്പോൾ കരുണയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കരുണ എന്നത് പാപികളോടുള്ള സ്നേഹമാണ്. ഈശോയ്ക്ക് പാപികളോടുള്ള സ്നേഹം. ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നു, ഇല്ലേ? പാപികളോടുള്ള സ്നേഹം. ഇപ്പം നമ്മുടെ അയൽവക്കത്ത് ഒരു വ്യഭിചാരിണി ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് അവളോട് വല്ല സ്നേഹം ഉണ്ടാവോ? ഒന്ന് പറയും. നമ്മളെന്തായിരിക്കും അവളെക്കുറിച്ച് നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കരുണയാണോ? കരുണയല്ല. എന്നാൽ ഈശോയ്ക്ക് അവളോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്തുകൊണ്ടാണ്? അവളൊരു വ്യഭിചാരിണി ആയതുകൊണ്ട്. മനസ്സിലാക്കാൻ പറ്റണ്ടോ അത്? അതിനാണ് കരുണ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. ചുങ്കക്കാരും പാപികളും, പാപികൾ എന്ന് പറഞ്ഞാൽ വേശികളൊക്കെ അതിനകത്തുണ്ട്. അവരെല്ലാം യേശുവിൻ്റെ അടുത്ത് വരുന്നു. യേശുവിന് അവരോട് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ തന്നെ ഇത് കാണുമ്പോൾ എന്ത് പറയും? ഇയാൾ എന്താ ഈ വേശികളുടെ കൂടെയൊക്കെ നടക്കണേ? ഇയാൾ എന്താ ഈ ചുങ്കക്കാരെന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ മോശമായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ കണ്ണിൽ. ആരുടെ കണ്ണിൽ? യഹൂദരുടെ കണ്ണിൽ. പക്ഷേ ഈശോയ്ക്ക് അവരോട് വലിയ സഹാനുഭൂതിയും അനുകമ്പയും വാത്സല്യവും സ്നേഹവുമാണ്. അതിനാണ് കരുണ. അപ്പോൾ നമുക്കിങ്ങനെ സാംശീകരിക്കാം. കരുണ എന്നത് ദൈവത്തിന് പാപികളോടുള്ള സ്നേഹമാണ്. പാപികളോടുള്ള സ്നേഹം. അതാണ് ഇവിടെ കാണുന്നത്. കണ്ടോ? ചുങ്കക്കാരും പാപികളും അവൻ്റെ അടുത്ത് വരുന്നു. എന്തുകൊണ്ടാണ്? അവനവരെ സ്നേഹമാണ്. അത് കണ്ടിട്ട് ഫരിസേയർക്ക് മനസ്സിലാവുന്നില്ല. അവർ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. ഇവനെന്ത് പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കണേ? ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു കണ്ടുപിടുത്തം, ആർക്കിമെഡീസിൻ്റെയൊക്കെ പോലെയുള്ളൊരു കണ്ടുപിടുത്തമാണത്. എന്താണെന്നറിയാമോ ഈ കണ്ടുപിടുത്തം? ഈ മൂന്നവസ്ഥ, യേശു, പാപി, ചുങ്കക്കാരൻ, ഈ ട്രയാങ്കിൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടോ? മുഴുവനായിട്ടുണ്ടെന്നല്ലേ നമ്മളിപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു പാപി ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഈശോയ്ക്ക് നമ്മളിലുള്ള പാപിയെക്കുറിച്ച് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാരണം ഈശോ വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മളെ വിശുദ്ധീകരിച്ച് രക്ഷിക്കാനാണ്. ഈശോ അത് ചെയ്യുമോ ഇല്ലയോ? ചെയ്തു. ഇനി വേറെ ആരുണ്ട് നമ്മുടെ ഉള്ളിൽ? നമ്മുടെ ഉള്ളിൽ വേറെ ആരുണ്ട്? നമ്മുടെ ഉള്ളിൽ ഒരു മൂത്ത ഫരിസേയനുണ്ട്. ആ ഫരിസേയൻ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും കരുണ കാണിക്കാൻ പറ്റാത്തത്. കരുണക്കട്ട യേശു നമ്മുടെ ഉള്ളിൽ വന്നിട്ടും നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ കരുണയ്ക്ക് എതിരായ ഒരു പ്രവർത്തനമാണ് ഫരിസേയർ നിയമജ്ഞരും. ഈ കരുണയുടെ ഒപ്പോസിഷനാണ് ഫരിസേയൻ. ഫരിസേയർ കരുണ കാണിക്കില്ല. കരുണ അവർക്ക് നിയമത്തിന് ഇല്ല.
അവർ നിയമം അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയമം അനുസരിക്കാത്തവരെ ഉടനെ കണ്ടുപിടിക്കുകയും അവരെ അവഹേളിക്കുകയും അവരെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും അവരെ പൊതുവായിട്ട് അവഹേളിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അവർക്ക് ഏറ്റവും പ്രധാന പരിപാടി. അതുകൊണ്ട് എപ്പോഴും അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെപ്പോലെ? പോലീസുകാരെ പോലെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായോ എന്താ കുമ്പസാരിക്കാനുള്ള വകുപ്പ് എന്ന് പറഞ്ഞത്? ഈശോ പറഞ്ഞു, നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയിൽ നിങ്ങൾക്കും വിധിക്കപ്പെടും. നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുത്ത് മാറ്റുന്നതിന് മുമ്പ് നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റുക. സ്നേഹമുള്ളവരെ, ഇത് വലിയ ഒരു രഹസ്യമാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ മത്തായി, മർക്കൂസ്, ലൂക്ക്, യോഹന്നാന്റെ അവസ്ഥ അല്ല. അത് കഴിഞ്ഞിട്ട് കുരിശിൽ അർപ്പിച്ച ബലിയിലൂടെ യേശുക്രിസ്തു നമ്മളിൽ സംസ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല? കരുണ കാണിക്കാൻ ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാണ്, ഞാൻ കുറ്റം പറയല്ല. എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഞാനൊരു 3 വർഷം മുമ്പാണ്, അല്ലെങ്കിൽ 3-4 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം എനിക്കുണ്ടായത്. എൻ്റെ ഉള്ളിൽ ഉള്ള പാപത്തേക്കാൾ കൂടുതൽ എന്നെ പീഡിപ്പിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ഫരിസേയനാണ്. പണ്ട് നിങ്ങൾ എൻ്റെ ധ്യാനം കേട്ടിട്ടുള്ളതാണ്. ഞാൻ പറയാറുണ്ട്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണെന്ന് പറഞ്ഞത് പാപികളെ കുറിച്ചാണ്. ഞാൻ പാപിയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ അല്ല എന്നാണ്. പക്ഷെ ഇപ്പൊ ഈ ട്രയാങ്കിൾ സിറ്റുവേഷനിൽ നോക്കിയേ, ആരാ ദൈവത്തിൻ്റെ കൂടെയും ദൈവത്തിൻ്റെ കൂടെ അല്ലാത്തതും? പാപികൾ ദൈവത്തിൻ്റെ കൂടെയല്ലേ? ആരാ കൂടെ അല്ലാത്തത്? ഫരിസേയനാണ്. അപ്പൊ ആ ഫരിസേയരെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എൻ്റെ കൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ഫരിസേയ മനോഭാവത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കണം. പക്ഷെ ഇപ്പൊ കുമ്പസാരിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും മാത്രം എടുക്കുക. നമ്മളിലുള്ള പാപത്തെക്കുറിച്ച് കുമ്പസാരിച്ചോ, എന്നാൽ അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമായത് നമ്മിലുള്ള ഫരിസേയ മനോഭാവത്തെ പറഞ്ഞ് കുമ്പസാരിക്കും. നമ്മിലുള്ള ഫരിസേയ മനോഭാവം എന്തൊക്കെയാണ്? എനിക്കിത് മനസ്സിലായ ദിവസം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കുമ്പസാരിക്കാൻ ഓടിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. എനിക്കങ്ങ് വേഗം പോയി ഒന്ന് കുമ്പസാരിച്ചാൽ മതി. ഞാൻ വലിയ ഒരു കണ്ടുപിടുത്തം, എൻ്റെ ഉള്ളിലുള്ള ഫരിസേയനാണ് എൻ്റെ ഉള്ളിലുള്ള കരുണയെ മനസ്സിലാക്കിക്കാനോ അല്ലെങ്കിൽ ഈശോയുടെ ആ വാത്സല്യം ഒഴുക്കാൻ തടസ്സപ്പെടുത്തുന്നത്. അങ്ങനെ ഞാൻ അന്ന് നല്ല വലിയൊരു കുമ്പസാരം നടത്തി. എന്തായിരുന്നു എൻ്റെ കുമ്പസാരത്തിലെ പ്രധാന കാര്യം? എന്നിലുള്ള ഫരിസേയ മനോഭാവം. ഞാൻ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ആവേശം, മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരാവേശം. അത് കണ്ടുപിടിച്ചാൽ ഉടനെ അത് 4 ആളോട് പറയാനുള്ള ഒരു ധൃതി, അത് ഉടനെ 4 ആളെ അറിയിക്കണം. മാത്രമല്ല അതിന് വേണ്ട ശിക്ഷ കൊടുപ്പിക്കണം അവർക്ക്. പക്ഷേ എന്നോട് ക്ഷമിക്കണോട്ടോ ഇതൊക്കെ പറയണത്, കാര്യം പറയണം. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ആ അച്ഛനൊന്നും മനസ്സിലായില്ലാത്ത മാതിരിയാണ് തോന്നിയത്. ഇതൊക്കെ വല്ല പാവമായിട്ടാണെന്നുള്ളത്. അത് കാരണം എനിക്കൊരു ഉള്ളിൽ അച്ഛൻ എനിക്ക് പാപമോചനമൊക്കെ തന്നെങ്കിലും എൻ്റെ അകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യം അച്ഛന് ശരിക്കും മനസ്സിലായില്ലല്ലോ. എനിക്കതുകൊണ്ട് ഭയങ്കര പ്രയാസമായി. പിറ്റേ ദിവസം ഞാൻ വീണ്ടും കുമ്പസാരിക്കാൻ പോയി. അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും നിങ്ങൾ കുമ്പസാരിക്കുന്നു. ഇപ്പം എനിക്കറിഞ്ഞൂടാ ഇന്ന് നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ എന്തൊക്കെ പറയും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ കുറേയും കൂടി ബോധ്യമുണ്ടാവും.
പിറ്റേ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തായ ഒരച്ഛനെ കണ്ടുപിടിച്ചു. എനിക്ക് നല്ല പരിചയവും എൻ്റെ സ്നേഹിതനായ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം. പക്ഷേ നിനക്ക് എന്ത് പറ്റിയത്? അതിപ്പോൾ കുമ്പസാരിക്കുമ്പോൾ പറയാം. അങ്ങനെ ഞാൻ ഒരു മുൻകരുതലോടെ അച്ഛനോട് പറഞ്ഞു, ഇത് നിസ്സാരമായിട്ട് എടുക്കരുത്, വളരെ കാര്യമായിട്ടുള്ള കാര്യമായി പറയുന്നത്. ഇതാണ് ഈശോ പറഞ്ഞത്, പഴയ തോൽക്കുടത്തിൽ വീഞ്ഞ് നിറച്ചാൽ വീഞ്ഞ് തോൽക്കുടം പൊട്ടും. നമ്മളിലുള്ള ഈ ഫരിസേയ മനോഭാവമാണ് പഴയ തോൽക്കുടം. അതെല്ലാം പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വിശദമായിട്ട് വീണ്ടും കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ഭയങ്കര സമാധാനം വന്നു. മാത്രമല്ല ആ അച്ഛൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു വലിയ കണ്ടുപിടുത്തം തന്നെയാണല്ലോ നടത്തിയേക്കണത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇപ്പം ഞാനും പോയി കുമ്പസാരിക്കണമല്ലോ എന്ന്. ഇത് ആർക്കാ ഇല്ലാത്തത് ഇല്ലേ? ഇപ്പം ഞാൻ പറയാൻ പോണത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനുള്ള കാര്യം പറയട്ടെ. നമ്മളിപ്പോഴും മുഴുവൻ ക്രിസ്ത്യാനി ആയിട്ടില്ല. നമ്മൾ ആരാ ഇപ്പോഴും? നമ്മളിപ്പോഴും ആരാ? നമ്മളിപ്പോഴും ഒരു ഫരിസേയനാണ്. ഈ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലും ഈശോ പറയുന്ന കാര്യവും എല്ലാം പുതിയ സൃഷ്ടിയാവുക, പുതിയ സൃഷ്ടിയാവുക എന്ന് പറയുന്നത് പാപം മൂലം അധപ്പതിച്ച അവസ്ഥയിൽ നിന്നുള്ള പുതിയ സൃഷ്ടിയാവുക എന്ന് മാത്രമല്ല, നമ്മിലുള്ള ഫരിസേയ മനോഭാവത്തെ ഉരിഞ്ഞു മാറ്റുക എന്നതാണ്. ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നുണ്ട്, തൊലി ഉരിയണ മാതിരി ഉരിഞ്ഞാലേ അത് പോവുള്ളൂ. തൊലി ഉരിയണം, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഉള്ള കാര്യം പറയാം, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നമ്മിലുള്ള ഫരിസേയനെ മാറ്റുക. പക്ഷെ അത് മാറേണ്ടത് കൗദാശികമായ ഒരു രൂപാന്തരീകരണത്തിലൂടെ മാറുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഇത് മാറുകയുള്ളൂ. എന്നാൽ അതേസമയം ദൈവത്തിൻ്റെ കർത്താവ് ഈശോ മിശിഹായുടെ ജ്ഞാനത്തിലൂടെ അത് മാറുകയുള്ളൂ. ഈശോയെക്കുറിച്ച് യേശയ്യായിലുള്ള പ്രവചനങ്ങളിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ മിശിഹ വരുന്നതും അവൻ എന്തെല്ലാം തരത്തിലാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്നും. അതിൽ പ്രധാനമായിട്ട് യേശയ്യ 52 മുതൽ 53 വരെയുള്ള യേശയ്യായുടെ ആ കർത്താവിൻ്റെ ദാസനെ കുറിച്ചുള്ള ഗീതങ്ങളിലാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസൻ 1. കർത്താവിൻ്റെ ദാസൻ 1 പറയുന്നത് 42-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദാസൻ 1 കണ്ടോ. ആരാണ് ഈ കർത്താവിൻ്റെ ദാസൻ? വരാനിരിക്കുന്ന മിശിഹ. കർത്താവിൻ്റെ ദാസൻ 1 18, 19 അല്ലെങ്കിൽ 20-ാമത്തെ വചനത്തിൽ 20 മാത്രം എടുക്കാം. ഇപ്പം 20 മാത്രം എടുക്കാം. 20-ാമത്തെ വചനം എല്ലാവരും ഒന്ന് വായിക്കാം. അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. അതാണ് കർത്താവ് തൻ്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു. അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വേറെ രാജ്യത്ത് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ മലയാളികളുടെ മധ്യത്തിലാണ്. എന്നെ ഒരു മലയാളി സഹോദരൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് കൊണ്ടുവന്നു. അവിടെയായിരുന്നു ഞാൻ താമസിച്ചത്. അപ്പോൾ അവൻ നമ്മുടെ ധ്യാനങ്ങളെല്ലാം ഇങ്ങനെ യൂട്യൂബിലൂടെ കണ്ട് അവൻ പറയാണ്, എൻ്റെ ബ്രദറെ, ഇപ്പോൾ ഞങ്ങൾക്ക് കുടുംബത്ത് വലിയൊരു സമാധാനമുണ്ട്. അപ്പോൾ ഭാര്യ പതുക്കനെ പുഞ്ചിരിക്കുന്നുണ്ട്. എന്താ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തരികട കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ? അല്ല, എന്നും ഞങ്ങൾ തമ്മിലൊരു വഴക്കടി ഉണ്ടാവുമായിരുന്നു, മിക്കവാറും എല്ലാ ദിവസവും. അപ്പോഴും അവൾ ചിരിക്കാൻ തുടങ്ങണ്ടായിരുന്നു, പക്ഷെ അവളൊന്നും പറയണില്ല. അപ്പോൾ ഡൈനിങ് ടേബിള് ഞാനിരിക്കുന്നു, അവനിരിക്കുന്നു, അവളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഈ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടപ്പുറത്ത് വാഷ് ബേസിൻ, കൈ കഴുകണ ആ വാഷ് ബേസിൻ്റെ അടുത്ത് ഒരു റൗണ്ട് സാധനത്തും ഒരു തൂവാല തൂക്കിയിട്ടുണ്ട്. അവൻ പറയാണ്, ഈ തൂവാല
ഈ വേറൊന്നിനും ഉപയോഗിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ശ്രദ്ധിക്കണം, നിസ്സാര കാര്യമാണ്, എന്നാൽ അതിലൂടെ ഉണ്ടാകുന്ന ഭയങ്കര കാര്യം ശ്രദ്ധിക്കണം. അവൻ പറയാണ്, ഈ തുവാല വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കരുത്, ഇത് കൈ തുടയ്ക്കാൻ വേണ്ടി വെച്ചേക്കണം. പക്ഷെ ഞാൻ കൈ കഴുകി തുടയ്ക്കാൻ വരുമ്പോൾ ഒരിക്കലും ഈ തുവാല അവിടെ ഉണ്ടാവില്ല. അവൾ അതെടുത്ത് മേശ തുടയ്ക്കാനും അതിനൊക്കെ അത് ഉപയോഗിക്കും. എനിക്കത് കാണുമ്പോൾ എൻ്റെ തലയിൽ എന്തോ ഒരു സ്ക്രൂ കയറ്റണ മാതിരിയാണ്, എൻ്റെ തലയിൽ എന്തോ പൊട്ടിപ്പൊളിയണ മാതിരി. ഇവൾക്ക് ഇത്രയറിഞ്ഞു, എന്തുകൊണ്ട് ഇവളിത് അനുസരിക്കുന്നില്ല? എനിക്ക് ആ തുവാല കൈ കഴുകി കഴിയുമ്പോൾ തുവാല അവിടെ ഇല്ലെങ്കിൽ, മാത്രമല്ല ആ തുവാല മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം കണ്ടു കഴിയുമ്പോൾ എനിക്ക് വട്ടുപിടിക്കണ മാതിരിയാണ്. ഞാൻ വായി തോന്നിയതൊക്കെ അങ്ങ് പറയും. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ അവൾ ഇങ്ങോട്ട് തിരിഞ്ഞ് അതിനേക്കാൾ ഫോഴ്സിൽ പറയും. അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വലിയ തല്ലുപിടുത്തമായി അതും ഇതൊക്കെ വിളിച്ചു പറയും. കാര്യം ഒരു തുവാലയാണ്. എന്നിട്ട് പറയാൻ, പക്ഷേ ഇപ്പോൾ സമാധാനമാണ്. അതെന്താ? അത് ശ്രദ്ധിക്കണേ. അവൻ പറയാണ്, എൻ്റെ ബ്രദറെ ഇപ്പോൾ വലിയ സമാധാനമാണ്. അതെന്താ? ഇപ്പോൾ ഞാൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. ഇപ്പോഴാണ് കർത്താവ് ഈശോ മിശിഹായെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നതെന്നും, കർത്താവ് ഈശോ മിശിഹ പരമപരിശുദ്ധനായ ഒരേ ഒരു മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് ആരുടെയെങ്കിലും കുറ്റം കണ്ടുപിടിച്ചോ? ആരുടെയെങ്കിലും കുറ്റം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞോ, നീ ചെയ്യുന്നത് തെറ്റാണ്, എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഫരിസേയരോടെ പറഞ്ഞിട്ടുള്ളൂ. അവരോട് എന്ത് പറഞ്ഞേക്കണത്? നിങ്ങൾ ഇങ്ങനെ ആരുടെയും തെറ്റ് കണ്ടുപിടിക്കണ്ടെന്നാ പറഞ്ഞേക്കണത്, ഇല്ലേ? അവരോട് എന്താ പറഞ്ഞേക്കണത്? നിങ്ങൾ ആരെയും വിധിക്കരുത്, നിങ്ങൾ ആരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ വ്യഗ്രത കാണിക്കണ്ട. ഇതേ ഈശോ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വിധിക്കുമ്പോൾ നിങ്ങളെ തന്നെ വിധിക്കുകയാണ്. ഇത് ഇപ്പോൾ എന്ത് പറയണം, മനസ്സിലായോ ഇല്ലയോ? ഇത് വീട്ടിൽ ചെന്നിട്ട് നമുക്കൊന്ന് പ്രാവർത്തികമാക്കാൻ നോക്കിയാലോ? എന്താണിത്? കണ്ടിട്ടും കാണുന്നില്ല. പറ്റുമെന്നൊന്ന് നോക്ക്, ഒരു മണിക്കൂറെങ്കിലും ഒന്ന് അങ്ങനെ പറ്റുമെന്ന് നോക്ക്. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉടനെ വഴക്ക് പറഞ്ഞ് കണ്ണ് പൊട്ടിച്ചു, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യരുത്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ? ഈ ധ്യാനമെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാണാൻ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാന വിജയം ഇതായിരിക്കണം. എന്താണ്? കണ്ടിട്ടും കാണുന്നില്ല. അതിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് നമ്മൾക്ക് ചിന്തിക്കേണ്ട ഇതാണ്, കർത്താവ് ഈശോ മിശിഹ നമ്മുടെ ജീവിത പങ്കാളിയിലും മക്കളിലും അമ്മായിയമ്മയിലും അമ്മായിയപ്പനിലൊക്കെ ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. അദ്ദേഹം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത്രയും മതി. നമ്മൾ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ച് എങ്ങനെയാണ് സ്നേഹിച്ചത്? ഞാൻ ആരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ നോക്കിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും കുറ്റം ഏറ്റെടുക്കാനാണ്. ഈ ബോധ്യത്തോടെ ഇന്ന് കുമ്പസാരിക്കണം. അതായത് ഫരിസേയ മനോഭാവത്തിൻ്റെ പ്രധാന ആദ്യത്തെ ഒരു താഴ്ന്ന നിലവിലുള്ള ഒരു കാര്യം മറ്റുള്ളവരെ വിധിക്കുകയോ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുകയോ അവരെ കുറ്റം പറയുകയോ ചെയ്യുന്നതാണ്. അത് നമ്മളിൽ നിന്ന് മാറണം. ഇത് ഫരിസേയ മനോഭാവത്തിൻ്റെ ഒരു വശം. രണ്ടാമത് ഫരിസേയ മനോഭാവത്തിൻ്റെ പ്രധാന വശം, കൽപ്പനകളെ ദൈവത്തേക്കാൾ കൂടുതൽ
എന്താ പറയാ, വിലമതിക്കുന്ന അവസ്ഥ. കൽപ്പന പാലിക്കണം. ഇത് പറയുമ്പോൾ കൽപ്പന പാലിക്കണ്ട എന്നുള്ള ധ്വനിയല്ല. കൽപ്പന ദൈവം തന്നിരിക്കുന്നത് പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നതിനാണ്. കൽപ്പനയ്ക്ക് അതിൽ തന്നെ നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ശക്തിയില്ല. നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, നമ്മൾ നീതീകരിക്കുന്നത്, നമുക്ക് പാപമോചനം നൽകുന്നത് ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നമ്മൾക്ക് പാപമോചനം കിട്ടുന്നത്. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും കൽപ്പന കൃത്യമായിട്ട് പാലിച്ചാൽ നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ഫരിസേയ മനോഭാവം. കൽപ്പന കൃത്യമായിട്ട് പാലിച്ചാൽ നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അവർ വിശ്വസിക്കുമ്പോൾ എന്താണ് അവർക്ക് നഷ്ടപ്പെടുന്നത്? എന്ത് നഷ്ടപ്പെടുന്നു? യേശുവിലുള്ള ആശ്രയവും വിശ്വാസവും നഷ്ടപ്പെടുന്നു. യേശുവിൽ അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ തന്നെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് ഫരിസേയ മനോഭാവത്തിൻ്റെ മറ്റൊരു വശം. നിയമത്തിലൂടെ മാത്രം, നിയമത്തെ മുറുകെ പിടിക്കുകയും നിയമത്തിലൂടെ ചലിക്കുകയും ചെയ്യുന്നതിലൂടെ രക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു മിഥ്യ. എന്നാൽ നിയമം വന്നിരിക്കുന്നത് പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നതിനാണ്. യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ. ഇനി ഫരിസേയ മനോഭാവത്തിൻ്റെ മറ്റൊരു വശം, കരുണ കാണിക്കാൻ പറ്റില്ല ആരോടും. അതാണ് 38 വർഷമായിട്ട് തളർന്ന് കിണറ്റിൻകരയിൽ കിടന്ന, കുളത്തിൻകരയിൽ കിടന്ന വ്യക്തി. നിങ്ങൾക്കിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, 38 വർഷമായിട്ട് അയാൾ അവിടെ കിടക്കുകയായിരുന്നു. അയാളെ കുളത്തിലിറക്കാൻ ഈ ഫരിസേയരോ നിയമജ്ഞരോ അവരുടെ ആളുകളോ ആർക്കും മനസ്സ് തോന്നിയില്ല. കുളത്തിൽ വെള്ളം ഇളകുമ്പോൾ കഴിവുള്ളവരെടുത്ത് ചാടും. കിടപ്പ് രോഗിക്ക് ചാടാൻ പറ്റുമോ? അപ്പോൾ ആ നിയമത്തിൻ്റെ അന്ധത ഇതാണ്. നിയമം പാലിക്കാത്തവരെ അവർ കണ്ടുപിടിക്കും. നോക്കൂ, എന്നിട്ട് ഈ കിടപ്പ് രോഗിയുടെ അടുത്ത് ഈശോ വന്ന് അവനെ സുഖപ്പെടുത്തി. നിന്നെ നീ കട്ടിലുമെടുത്തോണ്ട് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി വന്ന് കണ്ടു, ഇന്ന് ശാപത്താണ്, ഇന്ന് കട്ടിലെടുക്കാൻ പാടില്ല. കണ്ടോ, അവരെന്ത് കണ്ടുപിടിച്ചു? അവിടെ ശാപത്ത് ലംഘിച്ചതായി. 38 വർഷമായിട്ട് കിടന്ന ഒരാളോട് കരുണ കാണിച്ചതോ ഏതാ വലുത്? അപ്പോൾ നമ്മൾ ഇന്ന് കുമ്പസാരിക്കുമ്പോൾ ഈ ഫരിസേയ മനോഭാവത്തിനെ കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാക്കോ ഒരു പരാമർശമോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തിന്മ, അല്ലെങ്കിൽ അതാണ് നമ്മളിൽ നിന്നും മാറേണ്ട ഒരു ഫരിസേയ മനോഭാവം. ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ ഭാര്യ, അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയായി കാണപ്പെട്ടു. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കണ്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ അവൻ നീതിമാനാകയാൽ അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായ കൊണ്ട് മിണ്ടാതെ പിന്മാറാമെന്ന് വിചാരിച്ചു. ഇതാണ് ദൈവനീതി. ഔസേപ്പ് ഒരു യഹൂദനായിരുന്നു, യഹൂദ നിയമം പാലിക്കേണ്ടവനായിരുന്നു. എന്നാൽ അവളെ അപമാനിതയാകാൻ, ഇതെന്നെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരെയും അപമാനിക്കരുത്. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് കുമ്പസാരം എന്നത് ഒരു കൂദാശയാണ്. കൂദാശ എന്നത് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ പ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ ഗ്ലാസ് വെള്ളമുണ്ടോ അവിടെ? ഓക്കെ, ഈ ഗ്ലാസ്സിൽ ഇപ്പം ഇത്രയും വെള്ളമുണ്ട്. ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പാപമാണ്. ഈ പാപം എങ്ങനെ അകറ്റും? ഈ പാപം അകറ്റാൻ ഇതിലേക്ക് കൃപ ഒഴുകിയാൽ മതി. അപ്പോൾ ആ കൃപ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ പാപം പോയി.
അപ്പോൾ പാപത്തെ മാത്രം നോക്കിയിട്ടല്ല കുമ്പസാരം, കൃപയെ നോക്കണം. കുമ്പസാരം എന്നത് അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ്. ഈ ബോധ്യത്തോടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്മരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് കുരിശിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിലുള്ള പാപത്തെയും എന്നിൽ രൂഢമൂലമായിട്ടുള്ള ഫരിസേയ മനോഭാവത്തെയും എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ വിശുദ്ധ കുമ്പസാരത്തിലൂടെ അവ പൂർണ്ണമായിട്ട് ഉരിഞ്ഞു മാറ്റപ്പെടുന്നതിന് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക്